ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ അടുത്തായിട്ട് കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ക്ലബ് ഹൗസ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പ് പോലെ തന്നെ അടുത്ത ഒരു ട്രെൻഡിങ് ആയി മാറാൻ പോകുന്ന ഒരു സോഷ്യൽ ആപ്പാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്ലബ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. അപ്പോൾ നിങ്ങളതിൽ ഗെറ്റ് യുവർ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പൊക്കെ ചെയ്യുമ്പോൾ തന്നെ OTP വന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു യൂസർ നെയിം നമ്മൾ റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ യൂസർ നെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ആയി എന്ന് വിചാരിച്ച് നമുക്കതിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീറ്റ വേർഷനാണ്. അപ്പോൾ നമുക്ക് വേറൊരാൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഐഡിയിൽ നിന്ന്, ഞാനിപ്പോൾ ഇതിൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇൻബോക്സിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ വിത്ത് നിങ്ങളടുത്ത് ക്ലബ് ഹൗസ് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ വീണ്ടും എൻ്റർ ചെയ്യുക. OTP വരും, അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുടെ പ്രൊഫൈലായിരിക്കും ഇവിടെ വരിക. ഓക്കെ, നമ്മുടെ പേര് വീണ്ടും കൊടുക്കുക. വീണ്ടും ചോദിക്കുന്നതായിരിക്കും, കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിക്കും. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പ്രൊഫൈൽ ചൂസ് ചെയ്യാം. ഒരു പ്രൊഫൈൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അത് സ്കിപ്പ് കൊടുക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണിത് യൂസ് ചെയ്യാമെന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും പേര് നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവരും നമുക്ക് സജഷനായിട്ടുള്ള ആളുകളുടെയൊക്കെയാണ് ഈ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ഇങ്ങനെ
പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫേസ് വരുന്നത്, ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ഒരുപാട് വളരെ രസകരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവും, പല മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടാവും. നമുക്കിതിങ്ങനെ നോക്കിയാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. നമുക്കതിലൊക്കെ കയറി നോക്കാം. ഇവിടെ വിനയ് ഫോർട്ടിൻ്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തിയേറ്റർ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളതിൽ പിന്നെ എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് തോന്നുന്ന ഗ്രൂപ്പിൽ പബ്ലിക് ഗ്രൂപ്പുകളുണ്ടാവും. പബ്ലിക് ഗ്രൂപ്പുകളിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളതിൽ എൻ്റർ ചെയ്ത് നമുക്ക് ആ ക്ലാസ് കേൾക്കാം, അവിടെ ചർച്ച കേൾക്കാം, ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം ഒക്കെ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു റൂം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു മീറ്റിംഗ് റൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എ റൂം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഒരു 3 ടൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ട് എല്ലാ ആളുകൾക്കും, ലോകത്തുള്ള ഏതാളുകൾക്കും നമ്മുടെ ഗ്രൂപ്പ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു ചാറ്റ് റൂമാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് സോഷ്യലാണ്. ഈ സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു ചാറ്റ് റൂം. പിന്നെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം ആരൊക്കെയാണ് പിന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു റൂം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചാറ്റ് റൂം റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ക്ലബ് ഹൗസിനെ കുറിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.